പുണ്യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഡിവോട്ടീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നാണ് നമുക്ക് ഭഗവാൻ ശരിക്കും ഇവിടെ അവതാരമെടുത്ത ദിവസം, അല്ലെങ്കിൽ ജന്മാഷ്ടമി എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സർവീസും കാര്യങ്ങളും പ്രോഗ്രാമും ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഡിവോട്ടീസിനെ സംബന്ധിച്ച് ഇനി നമ്മൾ ഫുള്ള് ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. പക്ഷേ ശരിക്കും കേരളത്തിൽ അടുത്ത മാസം എന്തോ ആണ്, അടുത്ത മാസം, അതിന്റെ അടുത്ത മാസമൊക്കെയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. എന്നായാലും അവരെ സംബന്ധിച്ച് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചു, ഭഗവാൻ ജസ്റ്റ് ജനിച്ചു എന്ന് മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ എന്നാലും കേരളത്തിലായാലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലായാലും അവര് ഊറിച്ചെടിയൊക്കെ നടത്തിയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുക. ശരിക്കും ഭഗവാൻ ജനിച്ചോ അതോ അവതരിച്ചോ? അതായത് പലർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഭഗവാൻ ജനിച്ചതാണോ ശരിക്കും അവതരിച്ചതാണോ? സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭഗവാൻ ജനിച്ചതാണ്. നമ്മളിപ്പോ ഒരാളോട് പോയി ചോദിക്കുകയാണ്, പുറമേ ഒരാളോട് പോയി ചോദിക്കുകയാണ്, ജന്മാഷ്ടമി എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും കൃഷ്ണന്റെ ജന്മദിനത്തിനാണ് നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതെന്ന് അവര് പറയും. അപ്പൊ ശരിക്കും ഭഗവാൻ ജനിച്ചോ? പക്ഷേ നമ്മളെ ഇസ്കോണിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഡിവോട്ടീസിനെ സംബന്ധിച്ച് ഭഗവാൻ അവതരിച്ചതാണ്. അപ്പൊ ഭഗവാൻ അവതരിച്ചതാണോ? എന്നാ ഭഗവാൻ അവതരിച്ചതാണെങ്കിലും ഭഗവാൻ ജനിച്ചതാണെങ്കിലും ആരുടെ മകനായിട്ടാണ് ഭഗവാൻ ജനിച്ചത്? ദേവകിയുടെ പുത്രനായിട്ടാണോ ജനിച്ചത്? യശോദയുടെ പുത്രനായിട്ടാണോ ജനിച്ചത്? പക്ഷെ ദേവകിയുടെ പുത്രനായിട്ടാണ്, ദേവകി മാതാവിന്റെ പുത്രനായിട്ടാണ് ജനിച്ചതെങ്കിൽ പിന്നെ ഭഗവാൻ എന്തുകൊണ്ട് യശോദാനന്ദൻ എന്ന് പറയുന്നു? എന്നാ യശോദാനന്ദന്റെ പുത്രനായിട്ടാണ് ജനിച്ചെങ്കിൽ, യശോദാ മാതാവിന്റെ പുത്രനായിട്ടാണ് ജനിച്ചെങ്കിൽ പിന്നെ ഭഗവാൻ എന്തിന് കാരാഗൃഹത്തിൽ പോയി ദേവകി മാതാവിന്റെ പുത്രനാണെന്ന് പറയുന്നു? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്, ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ജനിക്കുന്നത് തൊട്ട് തന്നെ നമുക്ക് ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭഗവാൻ അവതരിച്ചു എന്നാണ് നമ്മൾ പറയാറ്. അതായത് ഭഗവാൻ കാരാഗ്രഹത്തിൽ അവതരിച്ചു എന്ന് നമ്മൾ പറയും. പക്ഷെ ശരിക്കും ഭഗവാൻ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഭഗവാൻ രണ്ട് കൃഷ്ണനായിട്ട്, അതായത് ദേവകി മാതാവിന്റെ പുത്രനായിട്ട് വരുന്നുണ്ട്, യശോദ മാതാവിന്റെ പുത്രനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ രണ്ട് കൃഷ്ണനാണെങ്കിൽ ബ്രഹ്മാവ് എന്തുകൊണ്ട് പറയുന്നു എല്ലാം ഒരാളാണ് എല്ലാം എന്ന് എന്തുകൊണ്ട് ബ്രഹ്മാവ് പറയുന്നു? അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഭഗവാന്റെ ജനനം തൊട്ടേ ഭഗവാന്റെ കഥ. പക്ഷെ ശരിക്കും നമ്മൾ അത് എടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് പോവാണ്. പക്ഷെ ശരിക്കും അതിന്റെയൊക്കെ പിന്നിൽ ഒരു ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഭാഗവതി മാത്രമല്ല, നമ്മുടെ ഷഡ്ഗോസ്വാമിമാരുടെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അവരെഴുതിയ ബുക്കുകളിലും ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഭാഗവതത്തില് കുന്തി മഹാറാണി പറയുന്നത് മഹാറാണിയുടെ പ്രാർത്ഥനയിൽ ആ ഒരു സ്ഥലത്ത് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കുന്തി മഹാറാണിയും ഉത്തരം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ജീവഗോസ്വാമിയും രൂപഗോസ്വാമിയുടെയും പുസ്തകങ്ങളിൽ നമുക്ക് ഈ കഥകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഭഗവാൻ ജനിക്കുന്നുണ്ട്. ഭഗവാൻ ശരിക്കും രണ്ട് കൃഷ്ണനാണോ വരുന്നത്? അതെ, അതായത് കാരാഗ്രഹത്തില് ദേവകി മാതാവിന്റെയും വസുദേവരുടെയും പുത്രനായിട്ട് വാസുദേവ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഡയറക്റ്റ് അവതരിക്കുന്നതാണ്. കാരണം ദേവകിയുടെയും വസുദേവന്റെയും എത്രയോ വർഷത്തെ പ്രാർത്ഥന, എത്രയോ ജന്മങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭഗവാൻ അവർക്ക് ആ പുത്രനായിട്ട് അവതരിക്കുന്നത്. അപ്പൊ അവരുടെ അവര് അത്രയും പ്രാർത്ഥന, അവരുടെ അത്രയും ഭക്തി കാരണം ഭഗവാൻ പുത്രനായിട്ട് അവിടെ അവതരിക്കുന്നുണ്ട്. പക്ഷെ അവതരിക്കുന്നതിന് മുമ്പ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ദേവകി മാതാവിന്റെ അടുത്തും വസുദേവരുടെ അടുത്തും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് അവതരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എന്നെ പുത്രനായിട്ട് വേണം എന്നൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് അവതരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ അവതരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ എങ്ങനെയാണ് അവിടെ അവതരിക്കുന്നത്? ചതുർഭുജ രൂപത്തിൽ, ഭഗവാന്റെ ഫുൾ ഫോമില് ചതുർഭുജ രൂപത്തിൽ ഭഗവാൻ അവിടെ ആദ്യം അവതരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഒരു കുട്ടി, അതൊരു കുഞ്ഞു വാവയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഫോം എടുക്കുന്നത്, കുട്ടിയായിട്ട് അവിടെ നിൽക്കുന്നത്, ദേവകിയുടെ പുത്രനായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ അപ്പൊ അതേ സമയത്ത് ഗോകുലത്തിൽ
യശോദ മാതാവിന് 2 ട്വിൻസ് ആണ് ജനിക്കുന്നത്. അതായത് ആ ട്വിൻസിൽ ഒന്ന് യോഗമാതയും കൃഷ്ണ ഭഗവാൻ ജനിക്കുന്നുണ്ട്, ഒന്ന് യോഗമായാണ്, ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ. അത് 2 ട്വിൻസ് ആണ് അവിടെ ജനിക്കുന്നത്. അപ്പൊ ട്വിൻസ് ജനിക്കുന്ന സമയത്ത് വാസുദേവ ശ്രീകൃഷ്ണ, അവിടെയും കൃഷ്ണനുണ്ട് ഇവിടെയും കൃഷ്ണനുണ്ട്. അപ്പൊ ആ വാസുദേവ ശ്രീകൃഷ്ണനെ കൊണ്ടുവരാണ്, ഗോകുലത്തിലോട്ട് കൊണ്ടുവരാണ്. അപ്പൊ യശോദ മാധവ് ഇങ്ങനെ കിടക്കാണ്. യശോദ മാധവിന്റെ 2 സൈഡിലായിട്ട് ഒരു പെൺകുഞ്ഞുണ്ട്, ഒരു ആൺകുഞ്ഞുണ്ട്. കൃഷ്ണനും ഉണ്ട്, യോഗമായ ഉണ്ട്. രണ്ടുപേരും അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭഗവാൻ, അതായത് വാസുദേവര് കൃഷ്ണനെ കൊണ്ടിട്ട്, അവിടുത്തെ കൃഷ്ണനെ കൊണ്ട് ഇങ്ങ് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് യോഗമാതാവിനെ മാറ്റി, യോഗമാതാവിനെ അവിടെ യോഗമാതാവിനെ എടുത്തിട്ട് ഭഗവാൻ അവിടെ വെക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ ആലോചിക്കണം, ചതുർഭുജത്തിൽ ഭഗവാൻ അവതരിച്ചു. ദേവകി മാതാവിന്റെ അവിടെ ചതുർഭുജത്തിൽ ഭഗവാൻ അവിടെ അവതരിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഒരു കുട്ടി, അത് കഴിഞ്ഞ് ആ ചതുർഭുജത്തിൽ അവതരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ അവിടെ ഒരു കുട്ടിയുടെ ഫോം എടുക്കുന്നുണ്ട്. ആ സമയത്താണ് വസുദേവര് ഭഗവാനെ എടുക്കുന്നത്. അപ്പൊ ആ അത്രയും സുപ്രീം പേഴ്സണാലിറ്റി, അതായത് നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ഭഗവാൻ ചതുർഭുജത്തിൽ അവതരിച്ചപ്പോ അത് കഴിഞ്ഞൊരു കുട്ടി, ഒരു കുഞ്ഞു വാവയുടെ ഫോം ആയപ്പം ദേവര് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. ആ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനാണ്. കാരണം ആ കുഞ്ഞിനെ ഒരു അച്ഛൻ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെയാണ് വസുദേവർ എടുക്കുന്നത്. ആ സമയത്ത് അവർക്ക് അത് ഭഗവാനാണ്, അല്ലെങ്കിൽ അത് ഈ ലോകത്തിന്റെ മുഴുവൻ കർത്താവാണ് എന്നൊന്നും അവരവിടെ ആലോചിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഭഗവാൻ അവരുടെ കുട്ടിയാണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് വരാണെങ്കിൽ അതേ സമയത്ത് ഗോകുലത്തിലും ഭഗവാൻ ജനിക്കുന്നുണ്ട്. അവിടെ ഭഗവാൻ ജനിക്കുകയാണ് ചെയ്യുന്നത്. യശോദാ മാതാവിന്റെ വയറ്റിൽ നിന്നും ഭഗവാൻ അവിടെ ജനിക്കുന്നുണ്ട്. അപ്പൊ വസുദേവര് വന്ന് യോഗമാതാവിനെ എടുത്തിട്ട് വസുദേവ ശ്രീകൃഷ്ണനെ അവിടെ വെക്കുകയാണ്. അപ്പോ ആ സമയത്ത് യശോദാ മാതാവിന് ഓർമ്മയില്ല. യശോദാ മാതാവ് ഉറങ്ങുന്ന, ക്ഷീണിച്ച് വളരെ തളർന്ന് അങ്ങനെ കിടക്കുകയാണ്. യോഗമാതാവിനെയും കൊണ്ട് വാസുദേവര് തിരിച്ച് കാരാഗ്രഹത്തിൽ പോകണം. പിന്നെ അവിടെ നടക്കുന്ന കഥകളൊക്കെ നമുക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് കംസൻ എണീക്കുന്നതും, കംസനാണെങ്കിൽ കുട്ടീനെ വന്ന് ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെല്ലാവരും, ദേവകി മാതാവ് അവിടെ കരഞ്ഞു വിളിച്ചിട്ട് പോലും അതൊന്നും കേൾക്കാതെ കുട്ടീനെ എടുത്ത് എറിയുന്നുണ്ട്. ആ സമയത്ത് യോഗമാതാവായിട്ട് വരുന്നുണ്ട്. ആ കഥകൾ നമുക്കറിയാം. അതിനി പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ആ കഥകളൊക്കെ അറിയാം. പക്ഷെ ഇവിടെ രണ്ട് കൃഷ്ണന്മാരാ. യശോദാ മാതാവിന്റെ അപ്പുറത്തൊരു കൃഷ്ണനുണ്ട്, ഇപ്പുറത്തൊരു കൃഷ്ണനുണ്ട്. ഒന്ന് വസുദേവ ശ്രീകൃഷ്ണനാണ്, അത് ഭഗവാൻ ഡയറക്റ്റ്ലി അവതരിച്ചതാണ്. 2 യശോദാനന്ദനാണ്. യശോദാനന്ദൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ജനിച്ചതാണ്. അപ്പൊ എന്തിനാണ് ഭഗവാൻ ഈ 2 ഫോം എടുക്കുന്നത്? ഒന്ന്, അതായത് ഭഗവാൻ എന്തുകൊണ്ടാണ് അവതരിക്കുന്നത്, അതേ സമയത്ത് ഭഗവാൻ എന്തുകൊണ്ടാണ് ജനിക്കുന്നത്? യശോദാ മാതാവിനും ദേവകി മാതാവിനും ഭഗവാൻ തന്റെ പുത്രന്മാരായിട്ട് വേണം എന്നുണ്ടായിരുന്നു. 2 മാതാക്കന്മാർ, അവര് എത്രയോ വർഷത്തെ, അല്ലെങ്കിൽ അവർ എത്രയോ ജന്മങ്ങൾ അവരത്രയും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് പുത്രനായിട്ട് കിട്ടുന്നത്. അങ്ങനെ അപ്പൊ 2 പേരുടെ ആഗ്രഹം ഭഗവാൻ അവിടെ സാധിച്ചു കൊടുക്കാണ്. ഇനി ഇതിന്റെ ബാക്കിൽ വേറെ കഥയുണ്ട്. അതായത് അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ 2 കൃഷ്ണന്മാരുണ്ട്. അപ്പൊ ഈ സമയത്ത് 2 പേരും കൂടെ ഒന്നിച്ച് ഒരാളാവുകയാണ്. അതായത് യശോദാ മാതാവ് അവിടെ ഉണ്ട്. അപ്പോ വസുദേവ ശ്രീകൃഷ്ണനെ വസുദേവര് കൊണ്ട് കിടത്തിയിട്ടുണ്ട്. യോഗമാതാവിനെ മാറ്റി വസുദേവര് കൊണ്ട് കിടത്തി. അപ്പൊ ഇവിടെ 2 കൃഷ്ണനുണ്ട്, ഒന്ന് യശോദാ നന്ദനും ഒന്ന് വസുദേവ ശ്രീകൃഷ്ണനും. അപ്പൊ ഇവർ 2 പേരും കൂടെ ഒന്നിച്ച് ഒരു ഫോം ആവുകയാണ്. അതായത് അതാണ് യഥാർത്ഥത്തിൽ യശോദാ മാതാവിന്റെ കണ്ണിൽ ഒരു കൃഷ്ണനേ ഉള്ളൂ, നമ്മുടെ കണ്ണിലും ഒരു കൃഷ്ണനേ ഉള്ളൂ. ഭഗവാൻ ഒന്നായിട്ടാണ് ഉള്ളത്. അവർ 2 പേരും കൂടെ ഒന്നിച്ച് ഒരു കൃഷ്ണനാവാണ്. കാരണം എന്താന്ന് വെച്ചാല് യശോദാനന്ദൻ എന്ന് പറയുമ്പോൾ ഭഗവാന് 2 പേഴ്സണാലിറ്റി അവിടെ ഉണ്ട്. യശോദാനന്ദൻ എന്ന് പറയുമ്പോൾ വളരെ കൂളായിട്ട് എല്ലാവരും വീട്ടിൽ പോയി എന്താണ് വെണ്ണ മോഷ്ടിച്ച് കഴിക്കുക, കുസൃതികളൊക്കെ കാണിക്കുക, പിന്നെ പേടിച്ചിരിക്കുക, അതാണ് യശോദാനന്ദൻ. ഇനി രണ്ടാമത്തെ വസുദേവ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഡീമൻസ്, അതായത് ഭഗവാൻ കുഞ്ഞിലെ തൊട്ട് ഭൂതനെ തൊട്ട്, കുഞ്ഞു ഭാവിയായിരുന്ന സമയത്ത് ഭൂതനെ തൊട്ട് അകാസുരൻ, അങ്ങനെ ഒരുപാട് അസുരന്മാരെ ഭഗവാൻ വധിക്കുന്നുണ്ട്. അത് വധിക്കുന്നത് ആരാണ്? വസുദേവ ശ്രീകൃഷ്ണനാണ്. ശരിക്കും യശോദാനന്ദന്റെ ബോഡിക്കുള്ളിലാണ് ആരുള്ളത്? വസുദേവ ശ്രീകൃഷ്ണൻ ഉള്ളത്. അപ്പൊ അവിടെ 2 കൃഷ്ണന്മാര് ഒരു ബോഡിയിലാണ് ഉള്ളത്. കാരണം
യശോദ മാതാവിനെ സംബന്ധിച്ച് ഭഗവാൻ ഭഗവാൻ എത്ര അസുരന്മാരെ വധിക്കുന്നു എന്ന് പറഞ്ഞാല് യശോദ മാതാവിനെ സംബന്ധിച്ച് യശോദ മാതാവ് വിശ്വസിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ യശോദ മാതാവിനെ സംബന്ധിച്ച് ഈ ഇടി വെട്ടൂല, ഇടി മിന്നൽ വരെ ഭഗവാന് പേടിയാണ്. യശോദാനന്ദന് ഈ ഇടി മിന്നൽ വരെ പേടിയാണ്. ഇടി മിന്നൽ അടിക്കുമ്പോ യശോദ മാതാവിന്റെ കീഴിൽ പേടിച്ചിരിക്കുന്ന കൃഷ്ണനാണ് യശോദാനന്ദൻ. എന്നാൽ വസുദേവ ശ്രീകൃഷ്ണൻ ആവട്ടെ ഭൂതന, അകാസുരൻ, വകാസുരൻ എന്നിങ്ങനെ ഒരുപാട് അസുരന്മാരെ വധിക്കുന്നത് ആരാണ്? വസുദേവ ശ്രീകൃഷ്ണനാണ്. അപ്പൊ ശരിക്കും ഭഗവാന്റെ ബോഡിയിൽ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരുണ്ട്. ഒന്ന് വസുദേവ ശ്രീകൃഷ്ണനുണ്ട്, ഒന്ന് അതേപോലെ എന്താണ് നമ്മുടെ യശോദാനന്ദനും ഉണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാല് ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ചൈതന്യ ചരിതാമൃതത്തിലും ഇത് പറയുന്നുണ്ട്. അതായത് രൂപ ഗോസ്വാമി ഒരിക്കൽ രൂപ ഗോസ്വാമി വന്നിട്ട് എന്ത് ചെയ്യാണ് ഭഗവാനെ കുറിച്ചിട്ട്, അതായത് രൂപ ഗോസ്വാമി പുരിയിലോട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ പോകുന്ന വഴിക്ക് രൂപ ഗോസ്വാമി സത്യഭാമാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്താണ്. അതായത് സത്യഭാമാദേവി ജനിച്ച സ്ഥലമാണ് സത്യഭാമാപൂർ. അവിടെ എത്തുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ രൂപ ഗോസ്വാമിക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്. ഭഗവാന്റെ ജനനം മുതല് ഒരു ബുക്കിൽ ഭഗവാൻ ജനിച്ചത് തൊട്ട് അങ്ങോട്ട് എഴുതണം. ഭഗവാൻ ജനിക്കുന്നത്, അത് കഴിഞ്ഞ് ഭഗവാന്റെ ലീലകള്, പിന്നെ ആ മധുരയിലോട്ട് പോകുന്നത്, ദ്വാരകയിലോട്ട് പോകുന്നത്, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ബുക്ക് എഴുതണമെന്ന് ആർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? രൂപ ഗോസ്വാമിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ രൂപ ഗോസ്വാമി വന്നിട്ട് ഈ ബുക്ക് അത് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് രൂപ ഗോസ്വാമി എഴുതാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ അന്ന് ഉറക്കത്തിൽ, അതായത് അന്ന് അദ്ദേഹം സ്വപ്നം കാണുന്ന സമയത്ത് സത്യഭാമാദേവി കാരണം അദ്ദേഹം സത്യഭാമാദേവി ജനിച്ച സ്ഥലത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ അദ്ദേഹം സത്യഭാമാദേവിയെ കാണുകയാണ്. സത്യഭാമാദേവി അദ്ദേഹത്തിനോട് പറയാണ്, അങ്ങ് എന്തായാലും ഒരു ബുക്ക് എഴുതണം, പക്ഷെ അങ്ങ് എല്ലാം കൂടെ ഒരു ബുക്കിൽ എഴുതരുത്. ഭഗവാൻ വൃന്ദാവനത്തിലുള്ളത് ഒരു ബുക്കിൽ എഴുതണം, ഭഗവാൻ ദ്വാരകയിലുള്ളത് ദ്വാരകത്തെ ബുക്ക് 2 ബുക്കായിട്ട് എഴുതണം. ഒന്ന് ഭഗവാന്റെ വൃന്ദാവൻ ലീലകൾ, 2 പിന്നെ ദ്വാരക, മധുര, കുരുക്ഷേത്ര, ഇതൊക്കെ 2ാമത്തതിലായിട്ട് എഴുതണം എന്ന് പറയും. അപ്പൊ രൂപഗോസ്വാമി സ്വപ്നത്തിൽ നിന്ന് എണീക്കുകയാണ്. പക്ഷെ രൂപഗോസ്വാമിക്ക് പിന്നെയും ഒരു ചിന്ത, 2 ബുക്കായിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ബുക്കായിട്ട് എഴുതിയാൽ പോലെ. പക്ഷെ സത്യഭാമാദേവി പറയുന്നുണ്ട് 2 ബുക്കായിട്ട് എഴുതാം. അപ്പൊ ഗോസ്വാമി ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താണോ ചെയ്യേണ്ടതെന്ന് രൂപഗോസ്വാമി ചിന്തിക്കുകയാണ്. അങ്ങനെ സത്യഭാമാപുരിൽ നിന്നും രൂപ ഗോസ്വാമി പോവാണ്. പക്ഷെ സ്വപ്നം നമ്മൾ എല്ലാവരും കാണാറുണ്ട്. സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ ചിലവർക്ക് നമ്മൾ എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് സ്വപ്നം ഇപ്പൊ നമുക്ക് ഓർമ്മ വന്നെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് അതൊരു സ്വപ്നമല്ലേ, അതൊരു സ്വപ്നമാണ്, നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. ചില ആൾക്കാര് ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാര് ഡിവോട്ടീസിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവും. പല ഡിവോട്ടീസ് സ്വപ്നത്തിൽ കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. പക്ഷെ ചിലപ്പോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. പ്രഭുപാദിന്റെ ഗുരുവിനെ സരസ്വതി മഹാരാജിനെ സ്വപ്നത്തിൽ കണ്ടിട്ട് മഹാരാജ് പ്രഭുപാദിനോട് പറയാണ്, നീ ഭഗവാന്റെ ദൗത്യം ഏറ്റെടുക്കണം എന്ന് പറയുന്നുണ്ട് മഹാരാജ് അവിടെ. അതുകൊണ്ടാണ് പ്രഭുപാദ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ പ്രഭുപാദ് അവിടെ ആ സ്വപ്നം സീരിയസ് ആയിട്ട് എടുത്തു. കാരണം പ്രഭുപാദിന്റെ ഗുരുവാണ് എന്തായിട്ട് വന്നത്, തന്റെ സ്വപ്നത്തിൽ വന്നത്. അവിടെ പ്രഭുപാദ് ആ സ്വപ്നം സീരിയസ് ആയിട്ട് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് നമ്മളെ ഇസ്കോൺ ഡിവോട്ടീസ് നമുക്ക് ഈ ലോകം മുഴുവനും നമുക്ക് ഉണ്ടായത്. അപ്പൊ ഇതേപോലെ രൂപ ഗോസ്വാമി പക്ഷെ ആ സ്വപ്നം ആദ്യം സീരിയസ് ആയിട്ട് കാണുന്നില്ല. അത് കഴിഞ്ഞ് രൂപ ഗോസ്വാമി പുരിയിലോട്ട് പോകുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു അതായത് ഈവനിങ് ബാത്ത്, വൈകിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ കുളിച്ചിട്ട് വരുന്ന സമയത്ത് രൂപ ഗോസ്വാമിയെ കാണാം. ഈ രൂപ ഗോസ്വാമിയെ കാണുന്നതും ചൈതന്യ മഹാപ്രഭു ഒന്നും പറയുന്നില്ല. ഇവിടെ ഒന്നും രൂപ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനോട് നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ ചൈതന്യ മഹാപ്രഭു രൂപ ഗോസ്വാമിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് രൂപ ഗോസ്വാമിയോട് പറയുന്നത്, ശരിയാണ് രൂപ ഗോസ്വാമി, നീ ഒരു കൃഷ്ണനല്ല, 2 കൃഷ്ണന്മാരാണുള്ളത്. വൃന്ദാവനത്തിലുള്ള കൃഷ്ണനല്ല ആര്, മധുരയിലുള്ള കൃഷ്ണൻ. വൃന്ദാവനത്തിലെ കൃഷ്ണൻ ഒരിക്കലും വൃന്ദാവനം വിട്ടു പോയിട്ടില്ല. വൃന്ദാവനത്തിലെ ഭഗവാൻ എപ്പോഴും വൃന്ദാവനത്തിൽ തന്നെയാണുള്ളത്. എന്നാൽ മധുരയിലോട്ട് പോയത് ആരാണ്, വേറെ കൃഷ്ണനാണ്. വൃന്ദാവനത്തിലെ കൃഷ്ണൻ പോയിട്ടില്ല എന്ന് പറയാണ്.
അപ്പൊ ഇവിടെ രൂപഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനോട് നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിയെ കണ്ട ആ നിമിഷം ആദ്യം ഈ കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് ശരിക്കും രൂപഗോസ്വാമിയെ സംബന്ധിച്ച് ഒരു കൺഫേം ആണ്. അതായത് എന്താണ്, ഭഗവാൻ പറയുന്നതാണ്, ഭഗവാൻ ഡയറക്റ്റ് പറയുന്നതാണ്, നീ 2 പുസ്തകം എഴുതണം എന്ന്. അങ്ങനെ രൂപഗോസ്വാമി 2 പുസ്തകങ്ങൾ അവിടെ എഴുതുന്നുണ്ട്. ഒന്ന് ഭഗവാന്റെ വൃന്ദാവൻ ലീലകളും, 2 ഭഗവാന്റെ മധുര ലീലകളും. അപ്പൊ ശരിക്കും വൃന്ദാവനത്തിൽ ജനിച്ചത് യശോദാനന്ദനാണ്. അതേപോലെ മധുരയിൽ ജനിച്ചത് വസുദേവ ശ്രീകൃഷ്ണനാണ്. അത് അവതരിച്ചതാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു ഇതായിട്ടാണ് നമുക്ക് ആദ്യത്തെ കുറെ ലീലകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ശരിക്കും മാഖൻ ചോര, അതായത് ഭഗവാൻ പോയി വെണ്ണയൊക്കെ കട്ട് കഴിക്കുന്നതും കുസ്ത്രീകളൊക്കെ കാണിക്കുന്നതും വൃന്ദാവനത്തില് ഉള്ള എല്ലാരെയും എന്താണ് ചിരിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമല്ല, യശോദാനന്ദനെ സംബന്ധിച്ച് യശോദാനന്ദൻ ഭയങ്കര എന്താണ് ഭയങ്കര പേടിയുള്ള ഭയങ്കര ഒരു ബാലനാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇടിമിന്നലൊക്കെ അടിക്കുമ്പോ യശോദാനന്ദന് ഭയങ്കര പേടിയാണ്. മാത്രമല്ല യശോദാനന്ദൻ എപ്പോഴും യശോദാ മാതാവിന്റെ കൂടെ തന്നെ കാണാം. യശോദാ മാതാവ് ദാമോദര ലീല കളിച്ചത് ആരാണ്? യശോദാനന്ദനാണ്. അപ്പൊ അതേപോലെ യശോദാ മാതാവിന്റെ കൂടെ തന്നെ എപ്പോഴും യശോദാനന്ദൻ ഉണ്ടാവും. മാത്രമല്ല യശോദാനന്ദനാണ് കൂടുതൽ അവിടെ കുസൃതികളെ ലീലകളൊക്കെ കാണിക്കുന്നത്. എന്നാൽ വസുദേവ ശ്രീകൃഷ്ണൻ എപ്പോഴാണ് യശോദാനന്ദന്റെ ബോഡിയിൽ നിന്ന് വരുന്നത്? അത് അസുരന്മാരെ വധിക്കാനൊക്കെയാണ് വസുദേവ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു ഇതാണ്. അതായത് ഭഗവാൻ ഒരു ഫോം അവതരിച്ച ഫോമാണ്. ശരിക്കും ചതുർഭുജ രൂപത്തിലാണ് വസുദേവ ശ്രീകൃഷ്ണൻ ആദ്യം അവതരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, ഒരു പവർഫുൾ ഫോമാണ് ആര്? വസുദേവ ശ്രീകൃഷ്ണൻ. പക്ഷെ മറ്റ് ശ്രീകൃഷ്ണൻ ഭഗവാൻ, യശോദാനന്ദൻ ആരാണ്? ഭഗവാന്റെ ഒരു കുസൃതി ഫോമാണ്. അപ്പൊ യശോദാനന്ദൻ ഒരുപാട് ക്യൂട്ട് ലീലകളുണ്ട്. യശോദാനന്ദന്റെ ഒരുപാട് ലീലകൾ രൂപഗോസ്വാമി പറയുന്നുണ്ട് ബുക്കിൽ. അപ്പം രൂപഗോസ്വാമി ഒരിക്കൽ പറയുന്നുണ്ട്, യശോദാ മാതാവ് ഭഗവാനെ ഓർക്കുന്ന സമയത്ത് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കും. ഭഗവാൻ കഥകൾ പറഞ്ഞു കൊടുത്താലേ ഭഗവാൻ എന്ത് ചെയ്യുള്ളൂ? ഉറങ്ങത്തുള്ളൂ. യശോദാ മാതാവ് ഉറങ്ങത്തുള്ളൂ. അപ്പൊ അങ്ങനെ യശോദാ മാതാവ് ഭഗവാൻ ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആദ്യം നരസിംഹ ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുക്കും. പകുതി കഥ എത്തുമ്പോ, അതായത് പ്രഹ്ലാദ് മഹാരാജ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഹിരണ്യകശിപുവിന് ഇങ്ങനെ ആ ഒരു പില്ലർ, ആ ഒരു തൂൺ ഇങ്ങനെ പിളർന്നു വരുന്നു എന്ന് പറയുമ്പോ ബാക്കി കഥ ഭഗവാൻ തന്നെ പറയും. നരസിംഹ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കാണിക്കാം. അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ഇത്. അപ്പൊ യശോദ ചോദിക്കും, നിനക്ക് എങ്ങനെ ഇതറിയാം? അപ്പൊ ഭഗവാൻ പറയും, ഞാൻ തന്നെയാണത്. അവിടെ ആ നരസിംഹമായിട്ട് വന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണെന്ന് പറയും. അപ്പോ യശോദാമാതാവ് ചോദിക്കും, ഓ നീയാണല്ലേ നരസിംഹമായിട്ട് വന്നത്, നിനക്ക് ഇടിമിന്നല് കാണുമ്പോ നിനക്ക് പേടിയാണ്, നീയാണ് നരസിംഹമായിട്ട് വന്നത് എന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത കഥ ശ്രീരാമസ്വാമിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീരാമസ്വാമിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ഏകദേശം 24,000 വേഴ്സസ് ഉള്ളത് യശോദാമാതാവ് ഏകദേശം 24 സെക്കൻഡ് കൊണ്ട് ഭഗവാന് പറഞ്ഞു കൊടുക്കാൻ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പോയിന്റ്, അതായത് രാവണൻ വന്ന് സീതാദേവി അപഹരിക്കുന്ന ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഭഗവാൻ ആണെങ്കിൽ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ലക്ഷ്മൺ എന്റെ ബോ ആരും, കാരണം ഭഗവാൻ അവിടെ ശ്രീരാമനാവുകയാണ് പെട്ടെന്ന്. ലക്ഷ്മൺ എന്റെ ബോയും ആരും ഇങ്ങ് എടുത്തോണ്ട് വരും, ഞാൻ ഇന്ന് ഈ രാവണനെ കൊല്ലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യശോദാമാത, അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയണം. അപ്പൊ യശോദാമാതാവ് സൈറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട്, നീ ഇപ്പൊ ആരെയാണ് വിളിച്ചത്? അപ്പൊ ഭഗവാൻ പറയണ, ഞാൻ ലക്ഷ്മണയാണ് വിളിച്ചത്. അപ്പൊ നിനക്ക് ലക്ഷ്മണ അറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ പറയാ, അറിയാം, ബൽറാമാണ് ലക്ഷ്മണൻ എന്ന് പറയും. ഈ സമയം ബലരാമൻ അവിടെ നിന്ന് ഓടി വന്ന് എന്നിട്ട് യശോദാ മാതാവിന്റെ അടുത്ത് പറയണം, അതെ ഞാനാണ് ലക്ഷ്മണൻ എന്ന്. അപ്പൊ യശോദാ മാതാവ് പറയും, അപ്പൊ നീയാണ് നരസിംഹം, നീയാണ് ശ്രീരാമൻ, ഇപ്പൊ നീയാണ് ശ്രീകൃഷ്ണൻ, അപ്പൊ നീ ശരിക്കും ഈ ദശാവതാരം മുഴുവൻ നീ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോ ഭഗവാൻ പറയുന്ന, ഇതെല്ലാം എന്റെ കഥകളാണ്, അപ്പം അമ്മ ഇനി എനിക്ക് പുതിയ കഥകൾ പറഞ്ഞു തന്നാ മതി എന്ന് പറയും. അതാണ് യശോദാനന്ദൻ. എന്നാ വസുദേവ ശ്രീകൃഷ്ണനാവട്ടെ, അത് വരുന്നത് ഭൂതനയുടെ വധം ഈ സമയത്തൊക്കെയാണ് വസുദേവ ശ്രീകൃഷ്ണൻ വരുന്നത്. ശരിക്കും ഇവിടെ യശോദാ മാതാവിനെ സംബന്ധിച്ച് ഇതൊന്നും കൊന്നത് ആരല്ല, ഭഗവാനല്ലേ ഈ അസുരന്മാരെ ഒന്നും വധിച്ച, വേറെ ആരും വധിച്ചതെന്നാണ് യശോദാ മാതാവ് ഒരിക്കലും വിശ്വസിക്കില്ല. ഭഗവാനാണ് ഇതെല്ലാം വധിച്ചത്. യശോദാ മാതാവിനെ സംബന്ധിച്ച് യശോദാനന്ദനെ ഒരു
കുഞ്ഞു ബാലനാണ്. ദാമോദര ലീല നമ്മൾ കാണുന്നുണ്ട്. ഈ നരസിംഹ ഭഗവാനായിട്ട് വന്ന ഭഗവാൻ അവിടെ ദാമോദർ കുഞ്ഞു കുട്ടിയായിട്ട് ആ യശോദാ മാതാവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ കയറിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അത്ര ആ ഒരു ഇതാണ് ഭഗവാൻ അവിടെ. എന്നാ ഭഗവാന്റെ കൂട്ടുകാരെ സംബന്ധിച്ചാണ് അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർ ഇത് രണ്ടും കാണുന്നുണ്ട്. യശോദാ മാതാവ് ഈ വധിക്കുന്നതും കാര്യങ്ങളൊന്നും യശോദാ മാതാവ് കാണുന്നില്ല. എന്നാ അതായത് ഭഗവാന്റെ കൂട്ടുകാർ ഇത് രണ്ടും കാണുന്നുണ്ട്. ഭഗവാനാണെങ്കിൽ മാഖൻ വെണ്ണയൊക്കെ കട്ട് ഇങ്ങനെ കളിച്ച് തിരിച്ച് നടക്കുന്നതും കാണുന്നുണ്ട്. എന്നാ ഭഗവാൻ കുറച്ച് കഴിയുമ്പോൾ ഈ അസുരന്മാരെ വധിക്കുന്നതും കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഭഗവാൻ എന്തോ രണ്ട് പേഴ്സണാലിറ്റി, രണ്ട് ആൾക്കാർ ഒരു രൂപത്തിലുള്ളത് പോലെയാണ് അവര് നിൽക്കുന്നത്. കാരണം ഭഗവാൻ കാരണം ഇവര് പറയുന്നുണ്ട് നീ രണ്ടും ചെയ്യുന്നുണ്ടല്ലോ കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ പറയുന്നത് ഞാൻ എല്ലാത്തിലും ഉണ്ട്, എനിക്ക് രണ്ടും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഭഗവാൻ അവിടെ പറയണം. പക്ഷേ മധുരയിലോട്ട് പോകുന്നത് അത് വൃന്ദാവനത്തിൽ നിന്ന് അക്രൂരര് വന്ന് മധുരയിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് ആരെയാണ്? വസുദേവ ശ്രീകൃഷ്ണനാണ്. അവിടെ തൊട്ട് ഭഗവാൻ വസുദേവ ശ്രീകൃഷ്ണനാണ്. അതുവരെ ഭഗവാൻ, അതായത് മധുരയിലോട്ട് പോകുന്നതിന് മുമ്പ് വരെ ഭഗവാൻ യശോദാനന്ദനാണ്. അത് കഴിഞ്ഞു തൊട്ട് ഭഗവാൻ വസുദേവ ശ്രീകൃഷ്ണനാണ്. യശോദാനന്ദൻ വൃന്ദാവനത്തിൽ തന്നെ, എല്ലാ സമയത്തും വൃന്ദാവനത്തിൽ തന്നെ യശോദാ മാതാവിന്റെ ഒക്കെ കൂടെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്കത് അറിയാനും കാണാനും പറ്റില്ല. അവിടെയുള്ള ആർക്കും അത് പറ്റില്ല. എന്നാൽ വൃന്ദാവൻ വാസികൾക്ക് അവർക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഭഗവാന്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് അവിടെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. വസുദേവ ശ്രീകൃഷ്ണനാണ് പിന്നീട് മധുരയിലോട്ട് പോകുന്നതും കംസനെ വധിക്കുന്നതും ദ്വാരകയിലോട്ട് പോകുന്നതും അത് കുരുക്ഷേത്രത്തിലോട്ട് പോകുന്നത്. നമുക്കറിയാം അവിടെ രണ്ട് പേഴ്സണാലിറ്റീസ് ആണ്. ഇവിടത്തെ ഈ കളിയും ചിരിയൊന്നും അവിടുത്തെ വസുദേവ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അവിടെ വരുമ്പോ ഭഗവാൻ ഒരു രാജാവ്, ആ ഒരു പവറിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് രണ്ടുപേരെയും നമ്മള് നമ്മള് ഒരു ഭഗവാനായിട്ട്, ഒരു കൃഷ്ണനായിട്ട് നമ്മള് ഇത് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഭാഗവതത്തിൽ, ഈ കഥകള് ഭാഗവതത്തിൽ മാത്രമല്ല, യുവഗോസ്വാമിയുടെയും സനാതൻ ഗോസ്വാമിയുടെയും പുസ്തകങ്ങളിലും ഈ കഥകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുന്തി ദേവിയുടെ പ്രേയസിൽ ഈ കഥകളൊക്കെ കൊടുത്തു. ഇത് ശരിക്കും ഇത് ആർക്കും അറിയില്ല. ശരിക്കും ഭഗവാൻ അവതരിക്കുകയാണോ ജനിക്കുകയാണോ ചോദിക്കുമ്പോൾ ശരിക്കും ഭഗവാൻ രണ്ടും ചെയ്യുന്നുണ്ട്. യശോദാനന്ദനായിട്ട് ജനിക്കുന്നുണ്ട്, ദേവകി നന്ദനുമായിട്ട് ജനിക്കുന്നുണ്ട്. രണ്ടും ഭഗവാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് നമുക്കറിയില്ല. അപ്പൊ ഇന്ന് ജന്മാഷ്ടമി ദിവസം ഭഗവാൻ അവതരിക്കുന്നുമുണ്ട്, ഭഗവാൻ ജനിക്കുന്നുമുണ്ട്. യശോദാ മാതാവിന്റെ പുത്രനായിട്ട് ജനിക്കുന്നുണ്ട്, ദേവകി മാതാവിന്റെ പുത്രനായിട്ട് അവതരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് രണ്ടും ഒരാളാണ്. ശരിക്കും ഭഗവാൻ രണ്ടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈ വസുദേവ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് യശോദാനന്ദന്റെ ഒരു എക്സ്പാൻഷൻ ആണ്. രണ്ട് ഭഗവാൻ ഉണ്ടെന്ന് ആരും വിചാരിക്കരുത്. ഒരു എക്സ്പാൻഷൻ ആണ്. അതായത് ഒരു അവതാരം എന്ന രീതിയിലാണ്. യശോദാനന്ദന്റെ ഒരു എക്സ്പാൻഷൻ ആണ് ആര്? വസുദേവ ശ്രീകൃഷ്ണൻ. അതായത് രണ്ട് ഭഗവാനല്ല, യഥാർത്ഥത്തിൽ ഒരു സുപ്രീം പേഴ്സണാലിറ്റി ഉള്ളൂ. ആ സുപ്രീം പേഴ്സണാലിറ്റി ഇതായിട്ട് വരുന്നതേ ഉള്ളൂ. അത് നമുക്ക്, എന്നിട്ട് അവർ രണ്ടുപേരും തിരിച്ചു ചേർന്ന് ഭഗവാനായിട്ടാണ് നമ്മൾ ശരിക്കും ഭഗവാനെ വോർഷിപ്പ് ചെയ്യുന്നത്. ആ രീതിയാണ്. അപ്പൊ ഇന്ന് ജന്മാഷ്ടമി ദിവസം നമ്മള് ഭഗവാനെ അത്രയും രീതിയിൽ നമ്മൾ വോർഷിപ്പ് ചെയ്യുക. നമ്മൾ ഇന്ന് പള്ളിച്ചൽ ടെമ്പിളിലെ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. പറ്റുന്നവരൊക്കെ പള്ളിച്ചലിലോട്ട് വന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അല്ലാത്തവരൊക്കെ വീട്ടില് നമ്മളെ കൊണ്ട രീതിയിൽ നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെ ആഘോഷിക്കും? നമ്മുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെ ആഘോഷിക്കും? അതേപോലെ നമുക്ക് ആഘോഷിക്കാം. എന്നിട്ട് കൂടുതലും സർവീസ് ചെയ്യുക. ഇന്നത്തെ ദിവസം സർവീസ് ചെയ്യുന്നതും ഫാസ്റ്റിംഗ് എടുക്കുന്നതും ഒക്കെ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഹരിബോൾ മോളെ, ഹരിബോൾ. നല്ലൊരു അറിവായിരുന്നു. താങ്ക് യു മോളെ. ഹരേ കൃഷ്ണ. നന്നായിട്ടുണ്ട് മോളെ, ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മോളെ. അറിയാൻ മേത്ത പല കാര്യങ്ങളും മോള് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ മോളെ, നല്ലതായിരുന്നു മോളെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മോളെ, ഞങ്ങൾക്ക് അറിയാമാത്ത കാര്യങ്ങളൊക്കെ